ഏതൊരു യാത്രയിലും ആ സ്ഥലത്തെ ഭക്ഷണം, രുചി വൈവിധ്യങ്ങൾ ഇവയൊക്കെ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. എങ്കിലും പൊടിക്കേറെ പ്രിയപ്പെട്ടത് നമ്മുടെ നാട്ടിലെ മലയാളി ഭക്ഷണം തന്നെ. അതുകൊണ്ട് തന്നെ ജോർജിയ യാത്രയ്ക്ക് മുൻപ് തന്നെ അവിടെയുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിനെ കുറിച്ചും മലയാളി ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളെക്കുറിച്ചും എല്ലാം ഒരു ഐഡിയ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. എങ്കിലും ജോർജിയൻ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ സമയം കണ്ടെത്തി കേട്ടോ. വൈനുകളും ചീസ് ഫിൽഡ് ബ്രെഡായ കച്ചാപുരിയും മീറ്റ് ഫിൽഡ് ഡംപ്ലിങ്സ് ആയ കിൻകാലിയും പിന്നെ ഒത്തിരി ഗ്രിൽഡ് ലാംപ് ആൻഡ് പോർക്ക് മീറ്റ്സ്, ലോബി എന്നു വെളിപ്പേരുള്ള ഒരു അടിപൊളി സ്റ്റ്യൂ, ചർച്ച് കേല പഴങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി സ്വീറ്റ്, ഇതൊക്കെയാണ് ഞങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ട ജോർജിയൻ ഭക്ഷണങ്ങൾ. ഇവിടുത്തെ വൈനുകളെ കുറിച്ച് പ്രത്യേകം പറയണ്ടല്ലോ. ജോർജിയൻ ചാച്ചാസ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഡ്രൈ ആൻഡ് സ്പാർക്ലിംഗ് വൈൻസ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത രുചി തന്നെ. ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേക്കൊപ്പം വൈൻ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഇന്ത്യൻ ഭക്ഷണം. ടിബ്ലിസി ടൗണിൽ ഒത്തിരി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അതിൽ തന്നെ രുചി കൊണ്ടും എക്കണോമിക്കൽ കൊണ്ടും ആയിട്ട് ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് കുഷിയാണ്. വളരെ വൃത്തിയുള്ള ഭംഗിയുള്ള ഇൻറ്റീരിയേഴ്സും കൊടുക്കുന്ന പണത്തിന് മൂല്യം നൽകുന്ന ഭക്ഷണവും. ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ ഡിന്നർ അങ്ങ് കുഷിയിലായിരുന്നു. നമ്മുടെ കേരള ബിരിയാണിയും ഊണുമൊക്കെ കഴിക്കാൻ കൊതി തോന്നുന്നവർക്ക് ഒരു സൊല്യൂഷനാണ് ലഞ്ച് ബോക്സ് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ഭക്ഷണത്തിനൊപ്പം ഞങ്ങൾക്ക് ചെന്നപ്പോൾ അവർ ഒരു ഗ്ലാസ് സേമിയ പായസം കൂടി തന്നു. അടിപൊളിയായിരുന്നു. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇവരൊക്കെ ഫുഡ് ഡെലിവറിയും ചെയ്യും കേട്ടോ. പിന്നെ ഗോദാവരി യാത്രക്കിടയിലാണ് ഞങ്ങൾ അടുത്ത ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്തത്. അവിടെയും ഒത്തിരി ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. എങ്കിലും ദ സ്പൈസ് ഗാർഡൻ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് ഞങ്ങൾക്കേറെ നല്ലതായി തോന്നിയത്. ഒത്തിരി സ്പേഷ്യസും നല്ല വൃത്തിയുമുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണിത്. ഭക്ഷണവും വളരെ നല്ലതാണ്. ഗോദാവരി സ്കീ റിസോർട്ടിന് വളരെ അടുത്താണ് ഈ റെസ്റ്റോറൻറ്റ്. ലാംബ് ആൻഡ് പോർക്ക് മീറ്റ് കൊണ്ടുള്ള വിഭവങ്ങളാണ് ജോർജിയക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടത്. ബെറീസ് ഒക്കെ വളരെ എക്കണോമിക്കലായി നമുക്ക് ഇവിടുത്തെ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. ചർച്ച് കേല പഴങ്ങൾ ഉണക്കി മധുരം ചേർത്തുണ്ടാക്കുന്ന ഈ സ്വീറ്റ് കാണാനും രുചിക്കാനും അടിപൊളി.